വന്ദേ ഭാരത് ട്രെയിനിൽ സ്കൂൾ കുട്ടികളുടെ RSS ഗണഗീതം ആലപിക്കൽ വിവാദമായതോടെ നാട്ടിലുള്ള പ്രമുഖ നിരീക്ഷക പ്രമുഖന്മാരൊക്കെ സാക്ഷാൽ TP ശാസ്ത്രമംഗലത്തെ പോലും വെല്ലുന്ന രീതിയിൽ RSS ഗാനത്തെ വെള്ളപൂശാൻ ഗാന നിരൂപണവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗാനത്തിൽ എവിടെയാണ് RSS ബന്ധം, ഇതിൽ എവിടെയാണ് വർഗീയത, ഇതിൽ എവിടെയാണ് ഹിന്ദുത്വ ആശയങ്ങൾ എന്നൊക്കെയാണ് ചാനലുകളിലെ വാർത്തകളിൽ വന്നിരുന്ന് പ്രശസ്തരും അപ്രശസ്തരുമായ സംഘപണ്ഡിതന്മാർ ചോദിക്കുന്നത്. വന്ദേ മാതരം RSS പാടുന്നില്ലേ, അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പാടാൻ പാടില്ലേ എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ സംശയം. അഥവാ സംശയങ്ങളിൽ ഒന്ന്. പാടിയത് ദേശഭക്തി ഗാനമല്ലേ, തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ എന്ന് മറ്റൊരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ RSS ഗണഗീതം അപകടകാരിയാകുന്നു എന്ന് വിശദമായി പരിശോധിക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിൽ നാളെ ഒരു KSRTCയുടെ പുതിയ സ്വിഫ്റ്റ് ബസ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആദ്യ യാത്രയിൽ കുറെ കുട്ടികളെ ബസ്സിലിരുത്തി പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പാട്ടോ അല്ലെങ്കിൽ ബലികുടീരങ്ങളെ എന്ന പാട്ടോ പാടി കേൾപ്പിച്ചാൽ ഇവിടുത്തെ സംഘപരിവാറുകാരും മാധ്യമങ്ങളും എങ്ങനെയാകും പ്രതികരിക്കുക? ഇവയൊന്നും CPMന്റെ പാട്ടുകളല്ലല്ലോ, ഇതിൽ CPM എന്ന് പറയുന്നില്ലല്ലോ എന്ന് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറഞ്ഞാൽ ഇവരൊക്കെ അത് അംഗീകരിക്കുമോ? മേൽപ്പറഞ്ഞ പാട്ടുകൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ മലയാളികളുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്ന വിപ്ലവ ഗാനങ്ങളാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. അതൊന്നും പക്ഷേ ഇടതു പാർട്ടികൾ അവരുടെ സ്വന്തമാക്കി കൊണ്ടു നടക്കുന്നതല്ല. എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും അംഗീകരിച്ചിട്ടുള്ള പാട്ടുകളാണ് ഇവയൊക്കെ. ഈ നാടിന്റെ പൊതു സ്വത്താണ്, പൊതുവേദികളിൽ കേൾക്കുന്നവയാണ്. പക്ഷേ വന്ദേ ഭാരതിൽ ആലപിച്ച ഗാനത്തിന്റെ സ്വഭാവം ഇതല്ല. ഈ ഗാനം ഏതെങ്കിലും പൊതുപരിപാടികളിൽ കേൾക്കുന്ന ഒന്നുമല്ല. നേരത്തെ സൂചിപ്പിച്ച ONVയുടെയും വയലാറിന്റെയും ഗാനങ്ങൾ പോലെ അതിനൊരു പൊതു സ്വീകാര്യതയും ഇല്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിലും മറ്റും എത്രയോ ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, എത്രയോ വേദികളിൽ ദേശഭക്തി ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ ഗാനം ആരെങ്കിലും പാടി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതിൽ നിന്ന് തന്നെ ഈ ഗാനം ഒരു ഏക സ്വഭാവമോ പൊതു സ്വഭാവമോ ഉള്ളതല്ലെന്ന് വ്യക്തം. ഇനി ഇതിന്റെ വരികളിൽ വർഗീയതയില്ലെന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അഭിനവ നിരൂപണ പുങ്കവന്മാരോടാണ് പറയാനുള്ളത്. RSS പലപ്പോഴും പ്രത്യക്ഷ വർഗീയത പറഞ്ഞുകൊണ്ടല്ല നമ്മളുടെ സാംസ്കാരിക മണ്ഡലങ്ങളെയും ബൗദ്ധിക തലങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതുപോലെ ദേശസ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും ഒക്കെ ലേബലുകൾ ഓരോന്നിലും ഒട്ടിച്ചു വെച്ചുകൊണ്ട് വളരെ നിരുപദ്രവകരമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ ആശയങ്ങൾ കടത്തിവിട്ടിട്ടുള്ളത്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും കലാരംഗവും വൈജ്ഞാനിക കായിക മേഖലകളും കാവ്യവൽക്കരിക്കപ്പെട്ടതിന് തുടക്കം ഇത്തരത്തിൽ ഒരു സംശയവും തോന്നാത്ത തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്നായിരുന്നു. രാമാനന്ദ സാഗറിന്റെ രാമായണം പോലെയുള്ള ടെലിവിഷൻ സീരിയലുകൾ പോലും ഇത്തരം സ്വാഭാവികതകൾ നിറഞ്ഞതായിരുന്നു. വർഗീയതയും ഹിന്ദുത്വതയും പ്രത്യക്ഷത്തിൽ അവയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ അതീവ വിദഗ്ധമായി മനസ്സുകളിലേക്കും സംവിധാനങ്ങളിലേക്കും ഒളിച്ചു നടത്തുന്ന സംഘടനയുടെ പേരാണ് RSS. അത് നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മളെ വിഴുങ്ങുക. അങ്ങനെ വിഴുങ്ങപ്പെട്ടതിന് ശേഷം പോലും നമുക്കത് തിരിച്ചറിയാനാവില്ല എന്നിടത്താണ് RSSന്റെ തന്ത്രങ്ങളുടെ ചിലന്തി വലക്കിണി ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് പരമപവിത്രം അതാണ് ഈ മണ്ണിൽ എന്ന RSS ഗാനത്തെ സ്വാഭാവിക ദേശഭക്തി ഗാനമാക്കുക എന്നത് സംഘപരിവാറുകാർക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് തിരിച്ചറിയാൻ കഴിയുക എന്നത് മാത്രമാണ് ബുദ്ധിമുട്ട്.